2023 ഉറുഗ്വേക്കെതിരെയുള്ള വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിലാണ് നെയ്മറിന് മേജർ ACL ഇഞ്ചുറി വരുന്നത്. ആ ഇഞ്ചുറിക്ക് ശേഷം ആള് 10 ദിവസം 32 മാസം പുറത്തിരുന്നു. അതുവരെ ആള് ഇന്റർനാഷണൽ മാച്ചസ് കളിച്ചിട്ടില്ല. പിന്നെ ആള് അത് റിക്കവർ ആയിട്ട് സാന്റോസിന് കളിക്കുന്നു. 2026 ജൂൺ 25 സ്കോട്ട്ലാൻഡിനെതിരായ മത്സരത്തിൽ 75-ാം മിനിറ്റിൽ നെയ്മർ ജൂനിയർ 2026 വേൾഡ് കപ്പിലേക്ക് ആള് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുന്നു. അപ്പൊ ആ മൂവ്മെന്റ് ഒരു പ്രത്യേകിച്ച് ഒരു നല്ല മൂവ്മെന്റ് ആണ് സംബന്ധിച്ചോളം എല്ലാ ഫാൻസും, നെയ്മർ ഫാൻസ്, റൊണാൾഡോ ഫാൻസ്, അർജന്റീന ഫാൻസ്, ഓൾ ഫുട്ബോൾ ഫാൻസ് സംബന്ധിച്ചോളം ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവ്മെന്റ്. നമ്മളത് കാണാൻ ആഗ്രഹിച്ചിരുന്ന ഇതാണ്. നമ്മളതിപ്പോ ഈ വേൾഡ് കപ്പ് സംബന്ധിച്ചോളം അത് അങ്ങനത്തെ നെയ്മറും കൂടി വരണം. മെസ്സി വന്നു, റൊണാൾഡോ വന്നു, എല്ലാവരും വന്നു. അത് കംപ്ലീറ്റ് ആണെങ്കിലും നെയ്മറിനും കൂടി വരണം. അത് എന്ന് സാധിച്ചു. പ്രത്യേകിച്ച് നമ്മളെല്ലാരും കാത്തിരുന്നത് സെക്കൻഡ് ഹാഫില് കാത്തിരുന്നത് ആ നിമിഷത്തിനായിരുന്നു. കാരണം നമ്മളിത് ഫുള്ള് ഇതൊക്കെ നമ്മുടെ ജനറേഷൻ കണ്ടു വളർന്ന നമ്മൾ ഇതൊക്കെയോടെയാണ് നമ്മള് ഫുട്ബോളൊക്കെ കണ്ടു വളർന്നത്. നെയ്മറിനെയും മെസ്സിനെയും കണ്ടു വളർന്നതാണ്. നമ്മൾ നാട്ടിൻപുറത്ത് ജേഴ്സി ഒക്കെ മേടിക്കുമ്പോൾ നമ്മൾ 10-ാം നമ്പർ മെസ്സിയുടെ ജേഴ്സി മേടിക്കും, 7-ാം നമ്പർ റൊണാൾഡോയുടെ ജേഴ്സി മേടിക്കും. പിന്നെ അടുത്തത് നമ്മൾ മേടിക്കുക 11-ാം നമ്പർ നെയ്മർ ജൂനിയറിന്റെ ജേഴ്സിയാണ്. അതാണ് നമ്മളിപ്പോ ആ ടോപ്പില് വെക്കുക 10, 7, 11. ഇന്നത്തെ ജേഴ്സികൾ കൂടുതൽ നമ്മളിപ്പോ നാട്ടില് കളിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ സാധാ ജേഴ്സി ധരിക്കുമ്പോഴോ 10-ാം നമ്പറും 11-ാം നമ്പറും 7-ാം നമ്പറും ഒക്കെ ആവും. അങ്ങനത്തെ ഒരു പ്ലെയർ അതും നെയ്മറിന്റെ ലാസ്റ്റത്തെ വേൾഡ് കപ്പ്, ലാസ്റ്റ് ഡാൻസ് എന്നൊക്കെ ഇതില് ആള് വേൾഡ് കപ്പ് എടുക്കുമ്പോഴേക്കും നമ്മൾ സന്തോഷമായി. കാർലോസ് അഞ്ചലോട്ടി വേൾഡ് കപ്പ് എടുക്കുവോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എടുത്തപ്പോ ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു എല്ലാ ഫാൻസിനും. ബ്രസീൽ ഫാൻസ് മാത്രമല്ല, റൊണാൾഡോ, മെസ്സി, അർജന്റീന, എല്ലാ ലോക വേൾഡ് കപ്പ് സ്നേഹിക്കുന്ന, ഫുട്ബോൾ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല ഹാപ്പി ആയിരുന്നു വേൾഡ് കപ്പ് ആളെടുത്തോണ്ട്. ആളൊരു മാസ് എൻട്രി ആയിരുന്നു ട്രെയിനിങ് ക്യാമ്പിലേക്ക്. ആളുടെ ജെറ്റിലാണ് ആള് വരുന്നത്. പിന്നെ പക്ഷെ വേൾഡ് കപ്പിന് മുമ്പ് ആൾക്ക് വീണ്ടും ഒരു ചെറിയ ഇഞ്ചുറി വരുന്നു. പിന്നെ റിപ്പോർട്ട് വരുന്നു ആൾക്ക് ആദ്യത്തെ 2 ഗ്രൂപ്പ് മാച്ചസും മത്സരം മിസ്സാവുന്നു. അതൊരു ചെറിയൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു. പക്ഷെ 2026 ജൂൺ 25-ാം തീയതി ആള് തിരിച്ചു വന്നിരിക്കുന്നു. ആള് സ്കോട്ട്ലാൻഡിനെതിരെ മാച്ചില് 75-ാം മിനിറ്റില് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കുന്നു. ആ സമയത്ത് ഞാന് ഫസ്റ്റ് ഹാഫ് ഞാൻ കണ്ടിട്ട് അലാറം വെച്ച് വീണ്ടും എനിക്കാണ്. അപ്പൊ ഞാൻ എനിച്ചപ്പോ എത്ര വൈകി, ഒരു 65 മിനിറ്റ് ആയിട്ടാണ് രണ്ടാമത്തെ ഹാഫ് കാണാൻ എനിക്കുന്നത്. അപ്പൊ 75-ാം മിനിറ്റ് ആകുമ്പോ അത് നെയ്മറിനെ കാണുമ്പോ ഒരു സന്തോഷം, എന്തോ സന്തോഷം എനിക്ക് തോന്നി. ഇപ്പൊ എന്തുകൊണ്ടാവും നമ്മളത് ഇത്രയും 3 ആൾക്കാരും കണ്ടു വളർന്നുകൊണ്ടാണ് ആളെ വരുമ്പോ ഒരു സന്തോഷം നമുക്ക് എനിക്ക് ഫീൽ ചെയ്തു 75-ാം മിനിറ്റില്. അത് ബ്രസീൽ ടീമിനും ഉള്ള പോലെ എനിക്ക് തോന്നിയത്. അതായത് മത്യാസ് കുഞ്ഞനാണ് പിൻവലിക്കുന്നത്. മത്യാസ് കുഞ്ഞ അത്യാവശ്യം നല്ല ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാച്ചിലും മത്യാസ് കുഞ്ഞ ഗോൾ സ്കോർ ചെയ്തു. ആളെ പിൻവലിക്കുമ്പോ ആളുടെ മുഖത്ത് സന്തോഷമാണ്, ആളെ മുഖത്ത് സന്തോഷമാണ്. ആളെ പിൻവലിച്ച് നെയ്മർ വരുമ്പോ പിന്നെ ബ്രസീൽ പ്ലേയേഴ്സ് സന്തോഷമാണ്. ചില പ്ലേയേഴ്സ് ഒക്കെ ക്ലാപ്പി ഉണ്ടായിരുന്നു ആൾക്ക് വേണ്ടി. ഇപ്പൊ നമ്മൾ മെസ്സി എങ്ങനെയാണോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അർജന്റീനയും ടീമിലേക്ക് വരുന്നത്, ആ രീതിയാണ് നെയ്മർ. അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഉണ്ടാകുന്നത്. ആ സമയത്ത് ഒരു ഗോൾ അടിച്ച ആവേശമാണ്, ഈ ടീം ജയിച്ച ആവേശമായിരുന്നു ബ്രസീൽ ഫാൻസിന്റെ ഭാഗത്തുനിന്ന്, ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആരാധകരുടെ ഭാഗത്തുനിന്ന്. നെയ്മർ വരിക, ഗോൾ അടിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല, വരിക, ബോൾ ടച്ച് ചെയ്യുക, 1-2 പാസ് ചെയ്യുക, ഷൂട്ട് ചെയ്യുക. ആള് ഫിറ്റാണ്, ആള് ചെയ്യാൻ, ആള് കളിക്കാൻ ഫിറ്റാണ്, ആള് പ്ലേ ചെയ്യാൻ ഫിറ്റാണ്. കണ്ടാൽ ഒരു സമാധാനം, ഒരു സന്തോഷമാണ്. ആൾക്ക് ഇത്രയും പരിക്കിന് ശേഷം ആള് ഫൈറ്റ് ചെയ്ത ഇതിനോട്ട് ടോപ്പ് എത്തുന്നതാണ്. ആള് ബാർസിൽ പ്രൈമായിട്ട് കളിക്കുന്ന സമയത്താണ് PSG പോയിട്ട് അവിടെ ഒരു പരിക്കും മറ്റും കാരണം ആള് പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റാത്ത അപ്പോഴും അവിടെ കീഴടങ്ങിയില്ല. ആള് പിന്നെ സാന്റോസിൽ പോയിട്ട് നന്നായിട്ട് കളിച്ച് ആള് അവിടെ പ്രൂവ് ചെയ്തു. പുതിയ കോച്ചിനെ വന്ന് സെലക്ട് ചെയ്യിപ്പിച്ചു, കാർലോസ് ആഞ്ചലോട്ടിനെ സെലക്ട് ചെയ്യിപ്പിച്ചു. ആള് എന്നിട്ട്
വേൾഡ് കപ്പ് കളിക്കുന്നു. ഇപ്പൊ അടുത്ത മാച്ചിന് കളിക്കും, പ്ലേയിങ് ഉണ്ടാവുക അറിയില്ല. ഇത്രൂടി ഒരു നേരത്തെ ഒരു 65 മിനിറ്റ് എങ്കിലും കളിക്കും. ഇപ്പൊ കുറെ ശേഷത്തിനാണ്, നാൾക്ക് ശേഷമാണ് ആള് ഇന്റർനാഷണൽ മാച്ചസ് കളിക്കാറുണ്ട്. അപ്പൊ ഇതും ഒരു നല്ല സിറ്റുവേഷൻ ആണ് ഈ മാച്ച്. അപ്പൊ 75 മിനിറ്റാണ് ആള് സബ് ചെയ്യുന്നത്. ആള് ഇത് മതി. ഞാൻ പറഞ്ഞല്ലോ, ഗോൾ സ്കോർ ചെയ്യേണ്ട ആവശ്യമല്ല. വരിക, കളിക്കുക, 2 ബോൾ ടച്ച് ചെയ്യുക, ഷൂട്ട് ചെയ്യുക, അതൊക്കെ കാണുമ്പോൾ തന്നെ എല്ലാ ഫാൻസിനും എല്ലാ ആരാധകർക്കും പ്ലേയേഴ്സിനും ഒക്കെ ഹാപ്പിയാണ്. ഇപ്പോഴും കളിക്കുന്നത്. മെന്റാലിറ്റിയാണ് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടത്. ഇത്രയും കൂടുതൽ ഒരു പരിക്ക് പറ്റിയ പ്ലെയർ ഫുട്ബോൾ ചരിത്രത്തിൽ ഉണ്ടാവില്ല. അപ്പൊ അത്രയൊരു നല്ല ബെസ്റ്റ് ഡ്രിബിളറാണ് ആൾക്ക്. എന്നിട്ടും ആളെ പിന്നെയും പരിക്ക് പിന്തുടർന്നു. പക്ഷെ ആ പരിക്കിലും വില വെക്കാതെ ഇപ്പോഴും ഫൈറ്റ് ചെയ്തിട്ട് മോഹം എനിക്കിപ്പോഴും ഫുട്ബോൾ കളിക്കണം, എനിക്കിപ്പോ ഈ വേൾഡ് കപ്പ് കളിക്കണം, 2026 വേൾഡ് കപ്പ് എന്റെ ലാസ്റ്റ് വേൾഡ് കപ്പ് ആയിരിക്കും, അതെനിക്ക് കളിക്കണം എന്നുള്ളൊരു മോഹം. വേൾഡ് കപ്പ് ആയിരിക്കാം, പക്ഷെ ഇനി വേണമെങ്കിൽ 2030 വേൾഡ് കപ്പിൽ കളിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഡിസൈഡ് ചെയ്യും വേൾഡ് കപ്പ്. അപ്പൊ അങ്ങനെ അത് നല്ല മൂവ്മെന്റ് ആയിരുന്നു. നെയ്മറിന്റെ കംബാക്ക്, തിരിച്ചു വരവ്, 32 മാസത്തിന് ശേഷം, 2023 ശേഷം, 2023 ശേഷം 2026 വേൾഡ് കപ്പിലേക്ക് ഒരു നല്ല തിരിച്ചു വരവായിരുന്നു. പിന്നെ നമ്മള് 3-0 ബ്രസീൽ ജയിച്ചത്. അപ്പൊ നമ്മള് എർലിംഗ് ഹാലൻഡിനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. മെസ്സിയുടെ ഒപ്പം എത്തുന്നു, 4 ഗോൾ സ്കോർ ചെയ്യുന്നു. ഹാലൻഡ് മെസ്സിയുടെ ഒപ്പം എത്തുന്നു, 3 ഗോൾ സ്കോർ ചെയ്യുന്നു. പിന്നെ കെയിൻ ഗോൾ സ്കോർ ചെയ്യുന്നു. എത്ര ആൾക്കാർ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. യങ് ജനറേഷൻ സൂപ്പർ. ഇപ്പൊ മെസ്സി, റൊണാൾഡോ കഴിഞ്ഞാലും നമുക്ക് ഫുട്ബോളില് ഇവരൊക്കെ കീപ്പ് ചെയ്യും. പക്ഷെ നമ്മളത് വിനീഷ്യസ് ജൂനിയറിനെ കാണാതെ പോകരുത്. ഇപ്പൊ 3 മാച്ചിലും കോൺട്രിബ്യൂഷൻ ഉണ്ട്. കോൺട്രിബ്യൂഷനോടാണ് ഇവർ ജയിക്കുന്നത്. ഇന്നത്തെ മാച്ചിൽ 2 ഗോളാണ് വിനീഷ്യസ് ജൂനിയർ. മൊറോക്കോക്കെതിരെയുള്ള 1 ഗോള്, ഹെയ്ത്തിക്കെതിരെയുള്ള ഗോള്, അത് ടോട്ടൽ 4 ഗോൾ. ഐ തിങ്ക് 4 ഗോളായുണ്ട്. 3 മാച്ചിൽ 4 ഗോളായിട്ട് ഇപ്പോഴും ടോപ്പ് സ്കോർ സ്പോട്ടിലുണ്ട്. എംബാപ്പയുടെയും ഹാലൻഡിന്റെയും മെസ്സിയുടെയും ഒക്കെ ഇപ്പോഴും വിനീഷ്യസ് ജൂനിയർ ഉണ്ട്. വിനീഷ്യസ് ജൂനിയർ കാർലോസ് അഞ്ചലോട്ടിയുടെ കീഴിലാണ് മാസ്റ്റർ ക്ലാസ് ആണ്. പെർഫോമൻസ് വേറെ ലെവലാണ്. പ്രത്യേകിച്ച് ഒരു അണ്ടർ കാർലോസ് അഞ്ചലോട്ടി ആൾക്കറിയാം എങ്ങനത്തെ വിനീഷ്യസിനെ അൺലോക്ക് ചെയ്യണം. ബീസ്റ്റ് ആണോ, അങ്ങനത്തെ വിനീഷ്യസിനെ അൺലോക്ക് ചെയ്യണം ആൾക്കറിയാം. അതേ രീതിയിൽ തന്നെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് 3 പ്രാവശ്യം ഗോൾ സ്കോർ ചെയ്തു. അതിലൊരു പ്രാവശ്യം അത് ഓഫ് സൈഡ് ആയി കലാശിച്ചു. അല്ലെങ്കിൽ ഹാട്രിക്, വിനീഷ്യസ് ഡിസർവിങ് ഹാട്രിക് ഞാൻ പറയാച്ച. പിന്നെ മത്യാസ് കുഞ്ഞ കണ്ടിന്യൂ ആയിട്ട് നല്ല ഫോമാണ് ഇപ്പോഴും കണ്ടിന്യൂ ആയിട്ട് തുടരുന്നത്. ലാസ്റ്റ് മാച്ചിൽ 2 ഗോള്, ഈ മാച്ചിൽ 1 ഗോള്. വെൽ സപ്പോർട്ടിംഗ് റോൾ ഫോർ മത്യാസ് കുഞ്ഞ. വിനീഷ്യസിനെ സപ്പോർട്ട് ചെയ്ത് കളിക്കുന്നുണ്ട്. സ്കോട്ട്ലാൻഡിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ചൊന്നും പറയല്ല. നമ്മളൊരു അത്യാവശ്യം ഒരു ടഫ് മാച്ച് പ്രതീക്ഷിച്ചിട്ടാണ് ഈ കളി കാണുന്നത് തന്നെ. ഇതിൽ പ്രത്യേകിച്ച് ഒരു ടഫ് മാച്ചും സ്കോട്ട്ലാൻഡിന് കൊടുക്കാൻ സാധിച്ചില്ല. അറ്റാക്ക് ചെയ്യണില്ല, ഒന്നുമില്ല. ഒരു ഈസി മാച്ച് ആയിരുന്നു ബ്രസീലിനെ സംബന്ധിച്ചോളം. അവര് നന്നായിട്ട് അറ്റാക്ക് ചെയ്ത് കളിക്കുന്നു. അങ്ങനെ അവര് 3-0 ഒരു ഡൊമിനേറ്റിംഗ് വിന്നനെ വിജയിക്കുന്നു. അങ്ങനെ പോയിന്റ് ടേബിൾ ടോപ്പിൽ ഫിനിഷ് ചെയ്തിന്റെ അടുത്ത റൗണ്ടിലേക്ക് പോകുന്നു. അപ്പൊ നെയ്മർ എന്തായാലും അടുത്ത റൗണ്ടില് ഇതിലൂടെ നേരത്തെ കളിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീണ്ടും കാണാം.